ചിരിച്ചുകൊണ്ട് വേദനകളെ തുടച്ച് തൂക്കിയെറിയണം. പുഞ്ചിരിയോടെ ശുഭദിനം. മുഖത്തെ ഭാവാഭിനയം, ഐ കോണ്ടാക്ട്, വോയിസ് മോഡുലേഷൻ, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മോണാക്ട് വേദി കീഴടക്കാൻ ഒരു കുട്ടിക്കാകുമോ? ഇല്ല. വേറൊരു കാര്യം കൂടി വേണം. സമകാലിക വിഷയങ്ങളിലെ ഏറ്റവും പുതിയൊരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള ഒരു ആലോചന കൂടി, അല്ലേ? അത്തരത്തിൽ ഇത്തവണ മോണാക്ട് വേദിയെ കീഴടക്കിയ ഒരു മിടുക്കനാണ് എൻ്റെ കൂടെ ഉള്ളത്. പേര് അമൽ. അമൽ കൊണ്ടുവന്ന വിഷയം ശുഭദിനമായിരുന്നു. നമ്മളത് പറയുമ്പോൾ എങ്ങനെയാ പറയാ? ശുഭദിനം. പറഞ്ഞത് ശുഭദിനായി മാറിയല്ലേ? ശുഭദിനം എന്നുള്ളതാണ്. അത് പറഞ്ഞ് ശുഭദിനമായി മാറി. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക, സ്നേഹിക്കുക. ശുഭദിനം. ഈ അമലിനെ മോണാക്ട് പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകനാണ് നിൽക്കുന്നത്, ശരത് പ്രകാശ് എന്നാണ്. നമ്മൾ മുണ്ടക്കൈ ചൂരൽമല വിഷയം കുറേ കുട്ടികൾ ഇത്തവണ ചെയ്യുന്നത് കണ്ടു, ഹൈസ്കൂൾ ബോയ്സിൻ്റെ മോണാക്ട് വേദിയിൽ. അതേപോലെ അഴിമതി ഉണ്ടായിരുന്നു, ഈ ഭരണകൂട വിമർശനം ഉണ്ടായിരുന്നു, മാധ്യമ വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷവും നിങ്ങൾ തൊപ്പി എന്ന് പറയുന്ന വിഷയമാണ് വന്നത്, ഇത്തവണ ശുഭദിനമായിരുന്നു. അപ്പോൾ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കൊണ്ടുവരാനുള്ള കാരണം എന്താ? നമ്മളെപ്പോഴും പുതുമയുള്ള സബ്ജക്റ്റ് കൊണ്ടുവരാമെന്ന് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് തൊട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കുട്ടികൾ ചർച്ച ചെയ്യേണ്ട കുട്ടികളുടെ വിഷയങ്ങളാണ് കുട്ടികളുടെ നാടകവേദി കാണിച്ചാലും മോണാക്ട് വേദിയിലൊക്കെ അവതരിപ്പിക്കപ്പെടേണ്ടത്. അപ്പോൾ അവർ എത്രത്തോളം ഇതുമായി ഇൻവോൾവ് ആവുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയുന്നതാണ്. നമ്മൾ പുതുതായിട്ട് ചേർത്ത് പഠിപ്പിക്കേണ്ട ഒന്നുമല്ല, ഇവർക്ക് അറിയുന്ന കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. പക്ഷേ ശുഭദിനം അറിയാത്ത ഒരു കുട്ടി പോലും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഒരു വട്ടം കൂടെ ഇല്ല, ഞാൻ തെറ്റിക്കില്ല. 1000 മോട്ടിവേഷൻ വരികളുള്ള പുസ്തകം ഇത് പഠിച്ച് നിനക്ക് ശുഭദിനെന്ന് പറയാൻ എന്താ ഇത്ര മടി? പുസ്തകം വായിച്ചാൽ മാത്രം ഫേമസ് ആവില്ല, സോഷ്യൽ മീഡിയ സ്റ്റാർ ആവില്ല. ക്യാമറ നോക്കി പറയടാ. തളർത്താൻ ഒരു 100 പേര് വരും, പുച്ഛിക്കാൻ 1000 പേരും വരും. പക്ഷേ വിജയിക്കണമെന്ന് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മതി. ശുഭദിനം നമ്മൾ പറയില്ല, ഈ സോഷ്യൽ മീഡിയ ഭരിച്ചിട്ടുള്ള ഒരു പയ്യനാണ് അതല്ലേ ഈ ശുഭദിനം ചെയ്യുന്നത്. അത് പലതരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു, കൂടുതൽ ആളുകൾ അത് ഷെയർ ചെയ്യുന്നു. രാവിലെ തന്നെ ഈ ശുഭദിനം എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെയാണ് പലരും വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് കൂടുതലായിട്ട് ഉണ്ടായി വരികയാണല്ലോ ഈ പുതിയ കാലത്ത്. അതിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ശരിക്കും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഒരു വീട്ടിലൊരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ഓരോ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണ് അവർ നിത്യജീവിതത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് വരുത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ തൊപ്പിയുടെ വിഷയമൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ അതിൽ എത്രത്തോളം നല്ല ഇൻഫ്ലുവൻസേഴ്സിനെ മാതൃകയാക്കാനും മോശം ഇൻഫ്ലുവൻസിനെ റദ്ദ് ചെയ്യാനും കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ സോഷ്യൽ ബുള്ളിങ്ങിനൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള കുട്ടികൾ ഇരയാവാറുണ്ട്. അപ്പോൾ പക്വതയില്ലാത്തത് കാരണം അവർക്ക് അതിനെ മറികടക്കാൻ സാധിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് പല നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവാറുണ്ട്. വേറെയും വിഷയങ്ങൾ ആലോചിച്ചിരുന്നോ? മോണാക്ട് എടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇത്തവണ ആലോചനയിൽ വന്ന മറ്റു വിഷയങ്ങളുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മൾ വിനീഷ് ഫോഗട്ടിൻ്റെ വിഷയം ഒക്കെ നമ്മൾ ചെയ്തിരുന്നതാണ്. അപ്പോൾ കുട്ടിയുടെ ഒരു കാലിബറും കുട്ടി ചെയ്യേണ്ട അവന് അറിയുന്ന ഇവന് നമുക്കറിയാം എങ്ങനെയാണെന്നുള്ള അവൻ്റെ ഒരു തോട്ടും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തൊരു സബ്ജക്റ്റാണ്. പിന്നെ ആ പയ്യൻ്റെ ഒരു മുഖച്ഛായ ഉണ്ടോ ഇവന്? ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ എഴുതുമ്പോൾ എനിക്ക് ആദ്യം അതാ ഓർമ്മ വന്ന്, കാരണം ഇവന് ആപ്റ്റ് ആയിട്ടുള്ളൊരു കേസാണെന്നുള്ളതാണ്. പഠിക്കുന്ന വലിയൊരു സ്ഥലത്താ. അൽഹംദുലില്ലാ പഠിക്കണ്ടല്ലേ. ഹായ് ഉഷാറായിട്ടുണ്ട് പാട്ട്. എന്താ റാപ്പറേ ഈ വഴിക്കൊക്കെ പുതുമയുള്ള വിഷയങ്ങളുമായിട്ട് മോണാക്ട് വേദിയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അതെ, തീർച്ചയായും. നമ്മൾ ഏതൊരു മത്സരം വെച്ചാലും പുതുമ കുറച്ചുകൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാണുന്ന ഓഡിയൻസിൻ്റെ ഒരു കൗതുകം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മോണാക്ട് ചെയ്യുമ്പോൾ ഈ ജഡ്ജസ് നോക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ശരിക്കും എന്തൊക്കെയാണ്? വിഷയം പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ കുട്ടിയുടെ അവതരണം, ഐ കോണ്ടാക്ട്, വോയിസ് മോഡുലേഷൻ, അതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എല്ലാം കൂടിയുള്ള ഒരു പാക്കഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിലേക്ക് വീഴും. ഇങ്ങനെ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഞാനിപ്പം അറിഞ്ഞു ചെന്നപ്പോൾ തന്നെ പലരും പറഞ്ഞ രസമുണ്ടായിരുന്നു. പുതിയ കണ്ടന്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഈ ശുഭദിനം ഒറിജിനലായിട്ട് ചെയ്യുന്ന ആ പയ്യൻ അറിഞ്ഞിട്ടുണ്ടോ ഇത്തരം ഒരു വിഷയം ഇത്തവണ ഇങ്ങനെ സ്റ്റേറ്റ് കലോത്സവത്തിൽ എത്തുന്നുണ്ട്? ഇല്ല, അറിയാൻ സാധ്യത ഇല്ല. ഇനി എന്താ അറിയില്ല, നമുക്ക് അറിയിക്കാല്ലേ. എനിക്ക് പറ്റില്ല അമ്മ. ക്യാമറയുടെ മുമ്പിൽ കോട്ടിട്ട് മോട്ടിവേഷൻ പറയണ ഷിമോൻ ഈ കാണുന്ന നാട്ടുകാരുടെ മുമ്പിൽ ഒരു കോമാളിയാ. അച്ഛൻ പറയുന്നത് ഇങ്ങനെ ഫേമസ് ആയില്ലെന്നാ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വേണം. ഞാനിങ്ങനെ അല്ലമ്മ, എനിക്ക് പറ്റാത്തത് ഞാൻ എന്തിനാ ചെയ്യണത്? പിന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഇൻഫ്ലുവൻസ് ആരൊക്കെയാ ഇഷ്ടം തോന്നിയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ പറയൂ? കാർത്തിക് സൂര്യ, പിന്നെ ആരാ
മല്ലു ട്രാവലർ, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ. തൊപ്പീൻ്റെ കാണലുണ്ടായിരുന്നു, ഇപ്പോൾ തൊപ്പി ഇല്ലല്ലോ, തൊപ്പി നിർത്തി. അങ്ങനെ കുറച്ച് ആൾക്കാർ. സോ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അതിൽ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു ഘടകം എന്താ? ഈ ആൾക്കാരെങ്ങനെ ഈ ശൈലി അവതരിപ്പിക്കുന്നുള്ളത് നോക്കും. പിന്നെ കണ്ടന്റ് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടത് നോക്കും. ഇപ്പൊ ഈ ചില വീഡിയോസിൽ ഇപ്പൊ രാഷ്ട്രീയമൊക്കെ പറയുന്ന ചില ആളുകൾ ആർക്കും കുട്ടികൾക്ക് ബേസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒന്നും പറ്റില്ല. പിന്നെ തമ്പനയിൽസിൽ ഇവർ അട്രാക്റ്റീവ് ആയിട്ട് ശ്രമിക്കും. ഓരോ ഫോട്ടോസ് ഇട്ടാണ്ട് ഒരു വീഡിയോ എത്രമാത്രം ഒരു കുട്ടീനെ ആകർഷിപ്പിക്കുക എന്നുള്ളത് ശ്രമിക്കും. അങ്ങനെയൊക്കെ കണ്ടാണ്ടാണ് ഞങ്ങൾ കുട്ടികൾ നോക്കൽ. ഷിബുനെ അച്ഛൻ്റെ ചൂടറിയണ്ടേ, കാന്താരി മുളകിൻ്റെ എരി പറയണ്ടേ, അറിയണ്ടേ, ഇറങ്ങി വാടാ. ഞാൻ പിന്നെയും പറഞ്ഞ് ശരിയായപ്പോ ലൈക്കും ഷെയറും കൂടാൻ വേണ്ടി പിന്നെയും തെറ്റിച്ചു. അച്ഛനും അമ്മയ്ക്കും മീഡിയയ്ക്കും പിന്നെ അവരെനിക്ക് തന്ന ഈ പേരിനും വേണ്ടി ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അതാണ് ഇക്കുറി ഹൈസ്കൂൾ ബോയ്സിൻ്റെ മോണാക്ട് വേദിയിൽ വ്യത്യസ്തമായി വന്നൊരു വിഷയമായിരുന്നു ശുഭദിനം. നമ്മൾ പറയേണ്ടത് ശുഭദിനം അല്ലേ? ശുഭദിനമായിരുന്നു. അത് ശുഭമായി തന്നെ ചെയ്യാൻ സാധിച്ചു അല്ലേ? അതിൻ്റെ സന്തോഷമാണ് അധ്യാപകനായിട്ടുള്ള ശരത് പ്രകാശും അമലും പങ്കുവച്ചത്.